നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ട ഇപ്പം ഇൻഡോറിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു 30 FPS നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ഇവിടെ ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓഫ് 1x ആണ് കേട്ടോ. 4K 30 FPS 1x ആണ്. സ്റ്റെബിലൈസേഷൻ ഓൺ ആണ്. 4K 30 4K 60 ഒന്നും പറ്റില്ല. അവിടെ നിന്ന് ടക്കനെ നമുക്ക് സൂം ഇൻ അപ് ടു 2x പ്ലസ് നമുക്ക് നമുക്ക് 10x വരെ പോകാൻ പറ്റും. 1x ഇടുമ്പം നേരെ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് തോന്നി. നോക്കിയിട്ട് ആ ഒരു സ്മൂത്ത് നോക്ക്. അതായത് ഡയറക്റ്റ് ക്രോപ്പ് ആക്കിയാൽ പോണതാണ്, മറ്റേ ക്യാമറയിൽ നിന്ന് സ്വിച്ച് ആവണതല്ല. എന്നിരുന്നാലും കാണാൻ ഒരു സുഖമുണ്ട്, ഒരു പിടുത്തം ഇല്ല. മനസ്സിലായ? എന്തൊന്ന് പട്ടിക്കാട്ടോ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വിവോ T4Xൻ്റെ അൺബോക്സിങ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ അധികം ആൾക്കാർ അതിനകത്ത് കമൻറ്റ് ഇട്ട് ക്യാമറ പെർഫോമൻസ് വേണമെന്നുള്ളത്. കമൻറ്റ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ക്യാമറ പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ അല്ലെങ്കിൽ ഒരു 15K അണ്ടർ 15K നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഫോണിൽ ഇത്രയും ക്യാമറ പെർഫോമൻസ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് ഞാൻ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. സോ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. എന്നാലേ നിങ്ങളെപ്പോലെ കാത്തിരിക്കുന്ന കുറച്ച് പേർക്ക് ഇത് ഷെയർ ആയിട്ട് പോകത്തുള്ളൂ. നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കുറേ അധികം ആൾക്കാർ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ തീരും ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മളെ ഈ അപ്ഡേഷൻ വരുമ്പോൾ നമ്മുടെ ക്യാമറ എല്ലാം അടിച്ച് പോകണത് അതിൻ്റെ ആ ഒരു ഓട്ടോ എക്സ്പോഷർ എന്ന് പറഞ്ഞ പരിപാടി നടക്കാത്തതാണ്. അത് വോയിസ് പരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് അതിനകത്ത് വരുന്നത്. നിങ്ങളിപ്പോൾ എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോ കിട്ടും. അത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ അതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂടെ? ഈ ഒറിജിനൽ വോയിസ് വരുമ്പോഴെങ്കിലും ശരിയാവും എന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു 2-3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒറിജിനൽ വോയിസ് വരാൻ ചാൻസ് ഉണ്ട്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് ഒറിജിനൽ വോയിസ് എന്തായാലും വരും. ഒറിജിനൽ വോയിസ് വരുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ചെയ്തിട്ടും ക്യാമറ പരമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമറ പെർഫോമൻസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. വിവോയുടെ T4X എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അണ്ടർ 15K മേടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മേടിക്കാൻ പറ്റിയത് iQൻ്റെ Z10X എന്നുള്ള സ്മാർട്ട് ഫോണും കൂടെയാണ്. രണ്ടും ഒരമ്മ പറ്റ മക്കൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്യാമറ വിശേഷങ്ങളാണ് നോക്കാനുള്ളത്. എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ ക്യാമറ ആപ്പ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒറിജിനൽ വോയിസ് അല്ല കിടക്കുന്നത്. ഒറിജിനൽ വോയിസ് ഉടനെ തന്നെ വരുന്നതാണ്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഒറിജിനൽ വോയിസ് നമുക്ക് കിട്ടുന്നതാണ്. സോ ക്യാമറ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ നൈറ്റ് മോഡ് ഉണ്ട്. നൈറ്റ് മോഡ് കഴിഞ്ഞിട്ട് 1x 2x, അതായത് ഇപ്പം നമുക്ക് ആ ഒരു സിംഗിൾ ക്യാമറ തന്നെ സൂം ഇന്നായി പോയി എടുക്കുന്നതാണ്. രാത്രി നൈറ്റ് മോഡിൻ്റെ ഫോട്ടോ നിങ്ങളിപ്പം കാണുന്നതാണ്. ഞാനിപ്പോൾ ഈ കൊടുത്തേക്കുന്നത് നൈറ്റ് മോഡിൽ 1x എടുത്ത ഫോട്ടോയാണ്. മുകളിൽ നമുക്ക് മനോരമ നൈറ്റ് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. നമുക്കിവിടെ ഗോട്ടിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർട്രേറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സൂം ഇന്നോ 2x അങ്ങനെ ഒരു പരിപാടിയില്ല. ദർ ഇസ് ഓൺലി 1x മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പേച്ചർ വാല്യൂ നമുക്ക് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 0.95 മുതൽ ഇങ്ങറ്റത്ത് 16 വരെ പോകാൻ പറ്റും. 0.95 എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2.8 ഒക്കെ എടുത്താൽ നല്ല ഫോട്ടോസ് കിട്ടും. ക്ലോസ് റേഞ്ച് പോകുമ്പോഴേക്കാണ് നമുക്ക് ഈ ഒരു 1.4 0.95 ഒക്കെ ആവശ്യം വരുന്നത്. പക്ഷേ അതൊക്കെ എടുത്താൽ കുറച്ച് വൃത്തികേടായി പോകും. നമുക്കവിടെ ഓഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ഓഫ് ആവും. ജസ്റ്റ് നമുക്ക് ബാക്ക് കൊടുക്കാം. ദെൻ ഫോട്ടോ മോഡാണ്. ഈ പോർട്രേറ്റ് മോഡിൽ തന്നെ നമുക്ക് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിടാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്താൽ ഇപ്പോൾ ആ ഒരു ഗ്രീന്, താഴത്തെ ഗ്രീനും ആയിക്കോടെ നാച്ചുറൽ ഇങ്ങനെയാണ്, ടെക്സ്ചർ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ കുറച്ചധികം അങ്ങനെ കുറച്ച് വിവോയുടെ യൂഷ്വൽ സാധനങ്ങളാണ് അതിനകത്തുള്ളത്. ബാക്ക് പോവുക. പിന്നെ പോകുമ്പോൾ ഫോട്ടോ മോഡാണ്. ഫോട്ടോ മോഡിൽ നമുക്ക് അൾട്രാ വൈഡ് പരിപാടിയൊന്നുമില്ല. 1x 2x സൂം ഇൻ അപ് ടു 10x വരെ പോകാൻ പറ്റും. ഇതാണ് 10x. ഒരു നോർമൽ ഫോട്ടോ 10xൻ്റെ എടുത്തിട്ടുണ്ട്. 1xൻ്റെ ആ ഒരു ഫോട്ടോ നിങ്ങളിപ്പം കാണുന്നതാണ്. 2xലോട്ട് പോയാലും അത് സൂം ഇന്നായി പോയി എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ മറ്റേ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ സെർച്ച് പരിപാടി ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഉണ്ട്. നമുക്ക് നെറ്റ്വർക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് പരിപാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ദെൻ നമുക്ക് വീഡിയോ മോഡിലോട്ട് പോകാം. വീഡിയോ മോഡിൽ പോകുമ്പോൾ നമുക്ക് 1x 2x 1080p 30 4K 30 ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സൂം ഇൻ അപ് ടു 1080p 30 10x വരെ പോകും. 4K 30 നമുക്ക് ഏതുവരെ പോകുമെന്ന് വെച്ചാൽ സൂം ഇൻ അപ് ടു 10x വരെ തന്നെയാണ് പോകുന്നത്. 1xലോട്ട് ഇടാൻ പറ്റും. 26mm ആണ് 1x എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലി ഇതൊരു വ്ളോഗ് എടുത്താൽ എങ്ങനെ നമുക്ക് ക്വാളിറ്റി വരും എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്കത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4K 30 നമുക്ക് കുറച്ച് ക്രോപ്പ് കുറഞ്ഞ് കിട്ടും. അത് ഒരു അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. സ്റ്റെബിലൈസേഷൻ ഓഫാക്കി ചാറ്റിക്കൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാൾക്ക് സ്റ്റെബിലൈസേഷൻ ഓഫാക്കി ഇട്ടാൽ കുറച്ചുകൂടെ നമുക്ക് ഒരിടത്ത് വെച്ചിരുന്നാൽ മതിയല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ക്രോപ്പ് മാറി കിട്ടും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. 2x 1x അത് കഴിഞ്ഞ് മോറിൽ പോകുന്ന സമയത്ത് 50 മെഗാ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാനോരമ എടുക്കാം, ഡോക്യുമെൻറ്റ്സ് എടുക്കാം, സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. സ്ലോ മോഷൻ ഏത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് 1080p അങ്ങനെയൊന്നുമില്ല. 720 120 FPS മാത്രമാണ്. 720 പിക്സലിൽ 120
120 FPS മാത്രമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് മോറിൽ പോകുന്ന സമയത്ത് നമുക്ക് ടൈം ലാപ്സ് എടുക്കാം, പ്രോ ഫോട്ടോസ് എടുക്കാം, ലൈവ് ഫോട്ടോയും എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു 15K ബഡ്ജറ്റിൽ വരുന്ന ഫോണിൻ്റെ ആ ഒരു ക്യാമറയുടെ ഓപ്ഷൻസ്. ഇതിന് നമുക്ക് ഇനി നോർമൽ ഒരു ഈവനിങ് ലൈറ്റിൽ, അതായത് ലോ ലൈറ്റ് അല്ല, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് സൂര്യൻ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. ലോ ലൈറ്റിൻ്റെ ഫുട്ടേജുകൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു നോർമൽ ലൈറ്റിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം എങ്ങനെയാണ് എന്നുള്ള കാണിച്ചു തരാം. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ വരുമ്പോൾ നമുക്ക് 8 മെഗാ പിക്സലാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസിൽ 16:9, അതുപോലെ തന്നെ വൈഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ വൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 21:2 റേഷ്യോ ഉണ്ടല്ലോ, ആ ഒരു റേഷ്യോ ആണ് കിട്ടാൻ പോകുന്നത്. 16:9 എടുക്കലാണ് സത്യം പറഞ്ഞാൽ നല്ലത്. മോർ സെറ്റിംഗ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോഗ്രാഫീസ്, ഷട്ടർ സൗണ്ട് നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും, ലൊക്കേഷൻ ഓണാക്കി ഇടാൻ പറ്റും, മിറർ സെൽഫി നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. പിന്നെ ക്വിക്ക് ആക്ഷൻ ഫോർ ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വോളിയം ഡബിൾ പ്രസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വോളിയം ഡൗൺ ഡബിൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാമറയ്ക്കകത്തോട്ട് കയറി പോകും. അങ്ങനത്തെ സാധനമാണ്. ഐ ഫോക്കസ്, ഓട്ടോ ഫോക്കസ്, നമ്മളെ കണ്ണ് ഫോക്കസ് ചെയ്യും എന്നുള്ള സാധനമുണ്ട്. അത് നമുക്ക് ഓണാക്കി ഇടാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ള. പോർട്രേറ്റ് വീഡിയോഗ്രാഫി അങ്ങനത്തെ പരിപാടി എന്നുള്ള ഒരു ബഡ്ജറ്റ് ഫോണിൽ അതിൻ്റെ ഒന്നും ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് റേഞ്ച് ഇറങ്ങി നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്രേറ്റ് ലെവലിലൊക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു നോർമൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ട് ഒരു നോർമൽ ലൈറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻബിൽറ്റ് മൈക്ക് വഴി നമുക്ക് സൗണ്ടും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഗൈസ്, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് വിവോയുടെ T4X എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിലാണ്. ഡയറക്റ്റ് സൺ ലൈറ്റ് എൻ്റെ മുഖത്തുണ്ട്. ഈവനിങ് ടൈമാണ്, ഒരു 5-5:30 മണി സമയമാണ്. ഇതാണ് ഒരു ഈവനിങ് ടച്ച് എന്നൊക്കെ പറഞ്ഞാൽ. ഇതിപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓൺ ആണ്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റും. ഇത്ര കൈ ഫുൾ നീട്ടി വെച്ചൊക്കെയാണ്. സോ നമുക്ക് ആ ഒരു സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രോപ്പ് മാർക്ക് കിട്ടും കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാമേ. ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓഫാണ്. നേരത്തെ വെച്ചിരുന്ന പോലെ തന്നെയാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. ലൈറ്റ് ഇപ്പോൾ ഓപ്പോസിറ്റ് അവിടെ നിന്നാണ് അടിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലൈറ്റ് ഇങ്ങനെ കിട്ടുന്നതാണ്. കുറച്ചുകൂടെ ക്രോപ്പ് മാർക്ക് കിട്ടും. ഞാൻ കൈ ജസ്റ്റ് ഒന്ന് മാറ്റി നീട്ടി വെച്ച് വരാം. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ബൈക്കാണ്. നിങ്ങൾ ആ മൈക്കിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ മതി. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയും കൂടെ നോക്കാം. ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ലോ ലൈറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. സെൽഫി ക്യാമറയിൽ നമുക്ക് 1080p 30 ആൻഡ് 720 നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ മാക്സിമം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. 4K നമുക്ക് ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക് ക്യാമറയെ അപേക്ഷിച്ചിട്ട് ലൈറ്റ് കുറച്ച് കുറവാണ്. ഫ്രണ്ട് ക്യാമറയിൽ ലൈറ്റ് അല്ല, മീൻസ് കളേഴ്സ് കുറച്ച് കുറവാണ്. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും. ആകാശം മേഘത്തിൽ ടാപ്പ് ചെയ്താൽ മേഘം ബ്ലൂ ആവും. എൻ്റെ ഫേസിൽ ടാപ്പ് ചെയ്താൽ ഞാൻ ഇച്ചിരി കുറച്ച് വെളുത്ത് നിൽക്കും, മേഘം അപ്പം അതിനപ്പുറം വെളുത്ത് നിൽക്കും. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസൊക്കെ ഐഫോൺ ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലപോലെ ബാക്ക്ഗ്രൗണ്ടും ബ്ലൂവും നമുക്കും കറക്റ്റ് പ്രോപ്പർ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഐഫോൺസ് ഇപ്പോഴും ആ ഒരു പരിപാടിയൊന്നും ഫ്രണ്ട് ക്യാമറയിൽ പ്രോപ്പറായിട്ട് സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. വ്ളോഗ് എടുക്കണമെന്നുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലട. ഈ ഒരു പൈസയ്ക്ക് 4K 30 ബാക്ക് ക്യാമറ വെച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. ലൈക്ക് ട്രൈപ്പോഡും വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിന് നിന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം. ഇനി നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ആ ഒരു ലോ ലൈറ്റ് വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ലോ ലൈറ്റ് വീഡിയോഗ്രാഫി കൂടെ കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് അതിനകത്ത് കേട്ടോ. നമുക്ക് 1080p 30 720 അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ 4K എന്ന് ഫ്രണ്ട് ക്യാമറ പറ്റില്ല. ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. ഞാനിപ്പോൾ ക്യാമറ നോക്കി സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേയിൽ നോക്കി സംസാരിക്കുന്നു. ലോ ലൈറ്റാണ്. 5:57 ഏകദേശം 6 മണിയോളം ആയിട്ടുണ്ട്. കാറിനകത്ത് ബാക്കിൽ കൂളിംഗ് ഉണ്ട്, സൈഡിൽ കൂളിംഗ് ഇല്ല. അപ്പം ഡയറക്റ്റ് ലൈറ്റ് ഇത്ര ലൈറ്റേ ഉള്ളൂ. പുറത്തെ ലൈറ്റൊക്കെ അത്ര ലൈറ്റാണ്. ആ ഒരു ലൈറ്റിലാണ് ഈ ഒരു ക്വാളിറ്റിക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം സ്പെറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗ്ലെയർ അടിക്കുന്നുണ്ടോ എന്നുള്ള കേസ് നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു ബ്ലൂ കട്ടിൻ്റെ ഗ്ലെയർ ഇതിനകത്ത് കിട്ടും. അതെന്തായാലും കിട്ടുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ക്യാമറയിലൂടെ വീഡിയോ റെക്കോർഡിങ് ക്വാളിറ്റി. മൈക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിയത് മൈക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിൻ്റെ മൈക്ക് ക്വാളിറ്റിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഒട്ടുമിക്ക ഫോണുകൾ നമ്മൾ ചെയ്തതിലും മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫുട്ടേജ് ഒന്നും സൗണ്ടൊന്നും എഡിറ്റ് ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യില്ല. റോ ആയിട്ട് അങ്ങോട്ട് തള്ളുന്നതാണ് പതിവ്. ബാക്ക് ക്യാമറക്കാലും ഫ്രണ്ട് ക്യാമറയിൽ കളേഴ്സ് കുറച്ച് കുറവുണ്ട്. എനിക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ ഈ ഡിസ്പ്ലേ കൂടെ കാണുന്നേക്കാളും റെഡ് എൻ്റെ ടീഷർട്ടിനുണ്ട്, അതായത് മീൻസ് ഈ പോളോയ്ക്കുണ്ട്. സോ അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. എത്രയേ ഉള്ളൂ. ഒരു തടി ലോറി ഇപ്പം പോവേ. തടി ലോറി വണ്ടിപ്പിരന്തന്മാരെ അടിക്ക് ലൈക്ക്. ബാക്ക് ക്യാമറയിലും കൂടെ ലോ ലൈറ്റ് ഇപ്പം കാണിച്ചു തരാമേ.
ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ബാക്ക് ക്യാമറയിൽ 4K 30 FPS ആണ്. ലോ ലൈറ്റ് തന്നെയാണ്. ഒരു 6 മണി സമയത്താണ്. സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ ഓണാക്കി ഇട്ടൊക്കെയാണ്. ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്രോപ്പ് കുറഞ്ഞു നിൽക്കും. അതായത് ഇതിനകത്ത് അൾട്രാ വൈഡ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ അകത്ത് കയറി ഇരിക്കുകയായിരിക്കും. സോ അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പൈസ കൊടുത്ത് ഫോൺ എടുക്കേണ്ടതായിട്ട് വരും. 1080p 30-ലാണെങ്കിലും 4K 30-ലാണെങ്കിലും ഇതാണ് സാധനം. സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്താൽ കുറച്ച് ക്രോപ്പ് കുറഞ്ഞു കിട്ടും. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ആംഗിളിൽ വെച്ച് തന്നെ ഞാൻ സ്റ്റെബിലൈസേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. ഞാൻ നേരത്തെ വെച്ചതുപോലെയാണ് ഇപ്പം കൈവച്ചേക്കുന്നത്. ഫോൺ നേരത്തെ ഇരുന്നിടത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും സ്റ്റെബിലൈസേഷൻ ഓഫാണ്. 4K 30 FPS ലോ ലൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റും. കുറച്ച് കൈ നീട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കും. ഒരു ട്രൈപോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാ വൈഡിൻ്റെ ഒരു ഇതിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഒരു പയ്യൻ ഗിംബലിൽ കണക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിനെ നമ്മൾ അത്രയും പണിയെടുപ്പിക്കണോടെ. അങ്ങനെ ഗിംബലിൽ കണക്ട് ചെയ്തൊരു പ്രൊഫഷണൽ സാധനമായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിനെയൊന്നും കൊണ്ട് പോവേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കിയ ബ്ലോക്ക് തന്നെയാണ്. അല്ലെന്ന് തോന്നുന്നു. ഇല്ല, SCB പോവാമെങ്കിൽ എല്ലാവർക്കും പോവാം. ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടാ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. കുഴപ്പമില്ലടാ, ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സാധനമൊക്കെ കിട്ടണ അത്യാവശ്യം നല്ലത് തന്നെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമൽ നമ്മളുടെ ആ ഒരു ഡേ ലൈറ്റിലും ഒരു ഓഫ് ലൈറ്റിൽ, അതായത് ഇപ്പം ഒരു പാതിരാത്രിയല്ല എന്നാൽ ഒരു വൈകുന്നേരം 6 മണി സമയത്തൊക്കെ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഈ ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ രാത്രി പോയി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതും കൊണ്ടുപോയിട്ട്. അങ്ങനത്തെ ഒരു ആവശ്യമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ചുമയുണ്ട്, കുറച്ച് തന്നെ സഹിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ ഇതിൽ ഉള്ളൂ. പിന്നെ ലോ ലൈറ്റിലാണെങ്കിലും ഗ്രെയിൻസ് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോഗ്രാഫിയിൽ 4K 30-ൽ ഗ്രെയിൻസ് കാര്യങ്ങളൊന്നും നമുക്ക് വരാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ക്ലോസ് റേഞ്ച് ഫോട്ടോഗ്രാഫിക്ക് അത്യാവശ്യം നൈസാണ്. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഒരു ട്രൈപോഡ് വെച്ചിട്ട് നിങ്ങളൊരിടത്ത് വെച്ചിട്ട് നല്ലൊരു അത്യാവശ്യം ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 4K 30 അത്യാവശ്യം കിഡിലായിട്ടൊരു ഇൻഡോർ ഷൂട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒരു ഇൻഡോർ ഷൂട്ടിന് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചിട്ട്. ഇപ്പോൾ അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം ഇൻഡോറിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു 4K 30 FPS നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ഇവിടെ ഈ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രോപ്പ് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ ക്രോപ്പ് കുറഞ്ഞ് കിട്ടും. അത് സ്റ്റെബിലൈസേഷൻ നമ്മൾ ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രോപ്പ് കയറുന്നത്. ഇതാണ് ഇതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. സോ ഒരു ട്രൈപോഡ് വെച്ചിട്ടൊക്കെ വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. കൊന്ന് കളഞ്ഞാലും ഈ സാധനത്തിൻ്റെ ചാർജ് തീരൂല. സീരിയസ്ലി ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ ചാർജ് തീരാൻ നിൽക്കുന്ന ഫോൺ ഞാൻ വേറെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ലേ. കിടിലായിട്ട് ചാർജ് നിൽക്കേണ്ട ഇതിൽ. ഒരു നോർമൽ യൂസിന് നിങ്ങൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ചാർജ് ചെയ്യേണ്ടിയേ വരത്തുള്ളൂ. അതിൽ ലെവലിൽ ചാർജ് നിൽക്കണുണ്ട്. അതുപോലെ തന്നെ വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 4Kയിൽ റെക്കോർഡ് ചെയ്യുമ്പോഴും വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കേസ് ഇട്ടിട്ട് ഊരിയിരുന്നാലും നമുക്ക് ആ ഒരു ഹീറ്റിങ് കാര്യങ്ങളൊന്നും നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ക്യാമറപരമായിട്ടൊരു നല്ല കാര്യമായിട്ട് തോന്നി. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ അത്രയ്ക്ക് തന്നെ. നമുക്ക് ലോ ലൈറ്റിൻ്റെ മോഡ് ഉണ്ടെങ്കിലും ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ഒന്നും നമുക്ക് വലിയ സുഖമായിട്ടുള്ളതെന്നും തോന്നില്ല. എന്നിരുന്നാലും ഒരു സാധനം അതേമാതിരി തന്നേ ഉള്ളൂ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുള്ളതെന്ന് പറഞ്ഞാൽ ടെലിപ്രോംപ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തുണ്ട്. അതായത് മറ്റേ വാർത്തയൊക്കെ വായിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എങ്ങനെ ഇത് കാണാപ്പാടാണെന്നൊക്കെ പറഞ്ഞിരിക്കൂലേ, ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. നമുക്കിതാ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് വായിച്ചങ്ങ് പോകാൻ പറ്റും. സെറ്റിങ്സിനകത്ത് കയറുമ്പം അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് താഴെ. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ പരിപാടി. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഓൺലൈൻ ന്യൂസ് ചാനലൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് തിങ്. കൊള്ളാം കേട്ടോ. വിവോ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. ഒരു രാജകുമാരൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെതും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിൻ്റെതും ഉടനെ തന്നെ വരും. പേഴ്സണലി എനിക്ക് 200 ആണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അത് എന്തൊക്കെയാണെന്നുള്ളത് പിന്നീടുള്ള അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വേറെ ഒന്നുമില്ലടേ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ എക്സ്ട്രീം ലെവലിൽ ഇതിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഈ സാധനം വാങ്ങിക്കാം. പിന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ അത്ര തന്നെയാണ്. ഒരു വാവ് അടിച്ച് നിൽക്കുന്ന സാധനമൊന്നുമില്ല. നോർമൽ 1x ഉള്ളൂ. നമുക്ക് അതിൽ കുറച്ച് ഫേസൊക്കെ ഒന്ന് പോളിഷ് ചെയ്തൊക്കെ മരി വിട്ട് തരും. നമ്മൾ ഫിൽറ്റർ ഒന്നും ഇട്ടില്ലെങ്കിലും എഫക്റ്റ് ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്കൊന്ന് പോളിഷ് ചെയ്തൊക്കെ കൊണ്ട് തരും. അത് ഫ്രണ്ട് ക്യാമറ ആവട്ടെ ബാക്ക് ക്യാമറ ആവട്ടെ. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് വീഡിയോഗ്രാഫി, അല്ല സ്ലോ മോഷൻ പരിപാടി, അതൊക്കെ അത്ര തന്നെ. വീഡിയോഗ്രാഫി 4K 30 1080p 30 സ്റ്റെബിലൈസേഷൻ ഓണാക്കിയാലും ഓഫാക്കിയാലും
രണ്ട് രീതിക്കും പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഒരു നോർമൽ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബോക്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ല ആ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു സാധനമാണ്. സോ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൽ ലിങ്ക് കൊടുത്തേക്കാം, വാങ്ങിക്കണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഇനി ചിലപ്പം വില കൂടാൻ ചാൻസ് ഉണ്ട്. 300 വീഡിയോ വരും. ഇപ്പോൾ X200 വേഴ്സസ് S300. ഇപ്പോൾ X200ഉം 300ഉം തമ്മിലുള്ള കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെ പറ്റിയുള്ള വീഡിയോസും ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.